രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ, നല്ല പോലെ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താ ഇപ്പം ഇന്ന് രണ്ടാൾ വോയിസ് ഓവർ എടുക്കാനെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? ഞാനും അയാനക്കുട്ടി ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. ഇടയ്ക്ക് ആളുടെ സൗണ്ടും കൂടെ ഒന്ന് കേൾക്കും, ഒന്ന് അഡ്ജസ്റ്റ് ആക്കാം കേട്ടോ. കാരണം ആൾക്കിപ്പോൾ ഇവ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള ആകെ കൂട്ട് എന്ന് പറയുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ എവിടെയാണോ അവിടെ ആളും ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് ആ ചായക്കുള്ള വെള്ളം വെച്ച് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് മാത്രമുള്ള ഒരു ഗ്ലാസ് ചായയാണ് കേട്ടോ. രാവിലെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒറ്റ ഗ്ലാസ് മാത്രം ചായ കാച്ചുന്നതെന്ന്. എന്നാൽ ആ ഒരു ചായ കുടിച്ച് തുടങ്ങുമ്പോൾ എന്തോ ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ. ചായ ഇപ്പോൾ മാക്സിമം ഒഴിവാക്കുന്നുണ്ട്. വൈകുന്നേരം മക്കൾക്കാണെങ്കിലും ഇപ്പോൾ ചായ അങ്ങനെ കൊടുക്കുന്നില്ല കേട്ടോ. കാരണം അയാനക്കുട്ടിയൊക്കെ ഒരു ചായ അഡിക്റ്റഡ് ഗേൾ എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിലായിട്ടുണ്ട്. എത്ര ചായ കിട്ടിയാലും തികയൂല, അത്രക്കും ചായ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ചായ ഇപ്പോൾ ഞാൻ വൈകുന്നേരം കാച്ചാറില്ല. വൈകുന്നേരം പാൽ കൊടുക്കും, രാവിലെ മാത്രമാണ് ചായ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതാ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അതിന് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ എൻ്റെ ചായയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു ഗ്ലാസ് കുടിക്കട്ടെ. എന്നാൽ ഭയങ്കര ഒരു ഉഷാറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചായ കണ്ടപ്പോൾ അയാനക്കുട്ടി എന്നോട് ഉമ്മച്ചി എനിക്ക് ചായ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആളുടെ അവസ്ഥ എന്ന് പറയുന്നത്, അത്രയ്ക്ക് ചായ ഇഷ്ടമായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കുറച്ച് ചോറിനുള്ള വെള്ളം വെക്കാമെന്ന് ഇവാക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ബിരിയാണി അരി ഉണ്ടായിരുന്നു കേട്ടോ. എന്നും ഈ വെറുംചോറും അതുപോലെ കിഴങ്ങും അങ്ങനെയൊക്കെ കൊടുത്തു വിടുമ്പോൾ മക്കൾക്കും ഭയങ്കര ഒരു ഇതായിരിക്കും അല്ലേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ബിരിയാണി അല്ല ഉണ്ടാക്കുന്നതും, കുറച്ച് അരി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാര്യമായിട്ട് വെക്കാനുള്ളേനും എന്നാൽ കുറച്ചേ ഉള്ളൂ, അത്രയേ ഉള്ളൂ കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് ആളുടെ ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതാ ഇത്രയേ അരിയുള്ളൂ. ഇത് ഞങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് കേട്ടോ. കാരണം അപ്പാണെങ്കിലും എന്ത് രാവിലെ ചായക്ക് കടി ഉണ്ടാക്കി കഴിഞ്ഞാലും മക്കൾക്ക് വേണ്ട കേട്ടോ. ഇവാനയാണെങ്കിലും അയാനയാണെങ്കിലും രാവിലെ ഒന്നും കഴിക്കൂല. ഇവ സ്കൂളിൽ പോകുമ്പോൾ അരപ്പൊട്ട് ദോശ അത്രയ്ക്കേ കഴിക്കുള്ളൂ. അയാനക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീരെ കഴിക്കൂല. ആ കഴിക്കണ നേരം അവൾ 2 ഗ്ലാസ് ചായ വേണമെങ്കിൽ കുടിക്കും, അല്ലാണ്ട് ഒന്നും കഴിക്കൂല. പിന്നെ എനിക്ക് മാത്രമായിട്ട് 2 ദോശ മാത്രം ഉണ്ടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും ആക്കിയിട്ടില്ല. ചോറാണ് ഈ ഒരു ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാ നെയ്ച്ചോറ് വേവിച്ചെടുക്കുമല്ലോ, അങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം അതിലേക്ക് ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഉണ്ടല്ലോ, പൗഡറല്ല, ആ സ്പൈസസ് അതുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കിയത് ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ അതൊന്ന് ചട്ടിയിലിട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചങ്ങാണ്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുങ്ങാണ്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പൊന്ന് വിടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തണുപ്പൊക്കെ വിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നൊന്നും ഇങ്ങനെ ലഞ്ച് ബോക്സ് ഒന്നും സ്പെഷ്യലായിട്ട് ആക്കിയിട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അവരും അത് ഭയങ്കര ഹാപ്പി എടുക്കാനൊക്കെ കഴിക്കും. അല്ലാതെ എന്നും ഒരേപോലെ ഒരേ കൂട്ടാനും ഒരേ ചോറൊക്കെ ആകുമ്പോൾ അവർക്കൊരു മടുപ്പ് പോലെ തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സ്പെഷ്യലായിട്ട് അവരുടെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതാ ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസിൻ്റെ രൂപത്തിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അത് ബസ്മതി അരി അല്ലാന്ന് മാത്രം. നമുക്ക് ഈ ഒരു ബിരിയാണി അരി തന്നെ വേണമെന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. എന്നും ഇപ്പോൾ എപ്പോഴും ഇപ്പോൾ ഈ ബിരിയാണി അരി കൊണ്ടൊന്നും നമുക്ക് നടക്കൂല, അതൊക്കെ നടക്കണോൽക്കേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ബിരിയാണി അരിക്ക് പകരം നിങ്ങൾക്ക് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളരി ഉണ്ടല്ലോ അത് ഉപയോഗിക്കുക, പെട്ടെന്ന് വേവുന്ന അരി. അതുപോലെ തന്നെ പച്ചരി ഉണ്ടല്ലോ, പച്ചരി ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നതാണല്ലോ, അപ്പോൾ അതും ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, റേഷൻ അരി വെച്ചിട്ട് കപ്സ ഉണ്ടാക്കുന്നുണ്ട്, പച്ചക്കറി ബിരിയാണി, അതുപോലെ മുട്ട ബിരിയാണി ഒക്കെ നമ്മൾ റെഡിയാക്കുന്നില്ലേ, അതുപോലെ റെഡിയാക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നതും. അപ്പോൾ ഇടയ്ക്കൊക്കെ ആ ഒരു അരിയാകുമ്പോൾ ആ ഒരു അരി വെച്ച് ചോറ് വെച്ച് കൊടുക്കുന്നതും അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതും ഒന്ന് ഡിഫറെൻ്റ് തന്നെയല്ലേ. എന്താ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാകും കേട്ടോ. വെറും ചോറ് കൊടുക്കുന്നതും ഇങ്ങനെ കൊടുക്കുന്നതും അവർക്കും ഇഷ്ടപ്പെട്ടിട്ട് അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു വെളുത്തുള്ളിയൊക്കെ ഞാൻ തൊലി കളഞ്ഞെടുത്തതൊന്ന് കട്ടാക്കിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ.
അപ്പോഴേക്കും മഴയൊക്കെ ഇതാ ഏകദേശം തോർന്ന് ഇട്ടുണ്ട്. ഇന്നിപ്പോൾ മഴ പെയ്യാ തോരുക ഒരവസ്ഥയിലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മുട്ട ഉണ്ടായിരുന്നത് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തുങ്ങാണ്ട് എടുക്കുകയെന്ന്. ഗ്രീൻ പീസ് അവിടെ വെന്തിട്ട് ഞാൻ അതവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു നുള്ളു ഉപ്പിട്ടും കൊടുത്തുങ്ങാണ്ട് ഒന്ന് ചിക്കി പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മുട്ടയൊന്നും വേണമെന്നില്ല, പക്ഷെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയും ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി കഴിക്കാത്ത മക്കൾക്ക് ഇങ്ങനത്തേലൊക്കെ പച്ചക്കറി ഇട്ട് കൊടുക്കുമ്പോൾ ചിലവരെടുത്ത് പെറുക്കി കളയും, പക്ഷേ ചിലവർ അങ്ങനെ ചോറ് കഴിക്കുമ്പോൾ അതിലങ്ങനെ കൂട്ടി കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ട ഞാൻ ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് റൈസും ഞാൻ വെന്തപ്പോൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ നെയ്ച്ചോറ് വെക്കുമല്ലോ, നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാൻ ഞാൻ അപ്പോൾ ഊറ്റിയെടുത്തേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു എണ്ണയിലോട്ട് ഇതാ നമ്മൾ ചെറിയുള്ളി എന്ന് പറയുന്നത് വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആ എണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതാ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കളർഫുള്ളാവും കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ മുട്ട, അപ്പോൾ ഗ്രീൻ പീസും നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. മുട്ട ചിക്കിയപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചോറ് വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇനിയിപ്പോൾ അത് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, പക്ഷേ മക്കൾക്ക് ഇഷ്ടാവും ചെയ്യും, അവർ മുഴുവൻ കഴിക്കുകയും ചെയ്യും കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതാ ചോറ് ഇട്ട് കൊടുത്തുങ്ങാണ്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുകയെന്ന് കേട്ടോ. ഇനി എന്താ പറയുക, എരിവിന് ആവശ്യമായിട്ട് എരിവ് വേണമെന്നില്ല, ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് വേണമെന്നില്ല, പക്ഷെ എന്നാലും നല്ലൊരു ടേസ്റ്റും ഒരു ചെറിയൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പെപ്പർ പൗഡർ ഉണ്ടാവും, നമ്മുടെ കുരുമുളക്, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം, തികച്ചും ഓപ്ഷണലാണ്, ഒരു അര സ്പൂണ് എന്താ പറയുക, നമ്മുടെ ഈ എന്താ ഇപ്പോൾ പറയുക, ഡാർക്ക് സോസ് ഉണ്ടല്ലോ, നമ്മുടെ സോയാ സോസ്, അത് ഡാർക്ക് സോയാ സോസാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ശരിക്കും ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ അത്ര ആ ഫ്ലേവർ കിട്ടിയില്ലെങ്കിലും ആ ഒരു ചെറിയൊരു ഫ്ലേവറെങ്കിലും അതിൻ്റെത് കിട്ടും കേട്ടോ. അപ്പോൾ ഉപ്പ്, സോയാ സോസിൽ ഉപ്പുണ്ടാവുകൊണ്ട് ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കേട്ടോ, തികച്ചും ഓപ്ഷണലാണ്. ഇനിയിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല ചോറ് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കണ്ട, ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ ബിരിയാണി അരിയാണെന്നുണ്ടെങ്കിൽ ഏത് അരിയാണെന്നുണ്ടെങ്കിലും കഴിക്കാനൊരു പ്രത്യേകതയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചിലരിങ്ങനെ ട്രൈ ചെയ്ത് കൊടുക്കാറുണ്ടാവുമായിരിക്കും. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് റെസിപ്പി ഷെയർ ആക്കിയതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് മക്കൾക്ക് കൊടുത്ത് വിട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മക്കൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമല്ല, എന്നാൽ അവർക്ക് രാത്രിക്ക് ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്താണെങ്കിലും രാവിലെ കിട്ടുന്നത് രാത്രിക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ രാവിലെ ദോശ ഇതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൊട്ട് അല്ലെങ്കിൽ അരപ്പൊട്ട് എന്ന് പറഞ്ഞ പോലെ അത്രയൊക്കെ കഴിക്കുള്ളൂ. ഇനിയിപ്പോൾ ഇവ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റിബൺ വെച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ആൾക്കും ഇത് തന്നെയാണ് കൊടുക്കുന്നത്. ചോറൊക്കെ കണ്ടില്ല, ഒന്നും തൊടാതെ വിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആൾ ഉറക്കത്തുനിന്ന് വിളിച്ച് നീപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഒരുപാട് നേരം 8:30 ആ ഒരു ടൈം ആകുമ്പോഴാണ് ഞാൻ ആളെ ഉറക്കത്തുനിന്ന് വിളിച്ച് കൊണ്ടുവരുന്നത്. 9:30 ആളുടെ വണ്ടി വരും കേട്ടോ. പക്ഷേ എന്നിട്ടും ആൾക്ക് ഉറക്കം തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഉറക്കപ്പിച്ചിൽ ഇനി ചോറും അവിടെ ഇട്ട് പോകണ്ട വിചാരിച്ചിട്ട് ഞാൻ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. പിന്നെ ആൾ തന്നെ ഞാൻ കഴിച്ചോളാം പറഞ്ഞിട്ട് ആൾ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചോറൊക്കെ ആയപ്പോൾ ചോറും ചിക്കനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞത്, എന്നൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ വീക്ക്ലി വൺസ് എങ്കിലും ഇങ്ങനെ മക്കൾക്ക് സ്കൂൾക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അവർക്കും നമ്മൾക്കും. അപ്പോൾ അങ്ങനെ അത് അവൾക്ക് വാരിക്കൊടുത്ത് പിന്നെ ഞാൻ ആളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കി ആളോട് വാരി തിന്നാൻ പറഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് ചോറും കാര്യങ്ങളൊക്കെ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കറി അങ്ങനെയൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചോറിലൊരു
പ്രത്യേക ഒരു ഫ്ലേവറിൻ്റെ ആവശ്യമില്ല, വേറൊരു കൂട്ടാനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചോറാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചിക്കനും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനിന്ന് ചിപ്സാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ടോസ്റ്റ് ചെയ്തതാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുട്ട ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എക്സ്ട്രാ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചിപ്സ് ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചിപ്സാണെന്ന് ആക്കി കൊടുത്തിട്ടുള്ളത്. ബേക്കറി ഐറ്റംസ് ഞാൻ അങ്ങനെ മാക്സിമം ഞാൻ സ്കൂളിലോട്ട് ഒഴിവാക്കാറാണ്. വീട്ടിൽ ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് വെക്കാറില്ല കേട്ടോ. കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ അയാനെക്കുട്ടി ഒറ്റക്കല്ലേ ഇവ പോയി കഴിഞ്ഞാൽ, അപ്പം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും അത് വേണം വേണം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ ചിപ്സും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് വീഡിയോ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്